2 സാമുവേൽ അധ്യായം 4. അബ്നേർ ഹെബ്രോണിൽ വെച്ച് മരിച്ചെന്ന് കേട്ടപ്പോൾ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷത്ത് നഷ്ടധൈര്യനായി. ഇസ്രായേൽ മുഴുവൻ അമ്പരന്നു. സാവൂളിൻ്റെ മകന് 2 കൊള്ളത്തലവന്മാരുണ്ടായിരുന്നു, ബാനായും റേഖാബും. ബറോത്തിൽ നിന്നുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരനായ റിമ്മോൻ്റെ പുത്രന്മാരായിരുന്നു ഇവർ. ബെറോത്ത് ബെഞ്ചമിൻ്റെ ഭാഗമായി കരുതപ്പെടുന്നു. ബെറോത്യർ ഗിത്തയീമിലേക്ക് ഓടിപ്പോയി ഇന്ന് വരെ അവിടെ പരദേശികളായി വസിക്കുന്നു. സാവൂളിൻ്റെ മകൻ ജോനാഥാന് മുടന്തനായി തീർന്ന ഒരു പുത്രനുണ്ടായിരുന്നു. സാവൂളിനെയും ജോനാഥാനെയും കുറിച്ചുള്ള വാർത്ത ജസ്രയേലിൽ നിന്നെത്തുമ്പോൾ അവൻ 5 വയസ്സുണ്ടായിരുന്നു. അവൻ്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ട് ഓടി. അവൾ തിടുക്കത്തിൽ ഓടവേ അവൻ വീണ് 2 കാലിലും മുടന്തുണ്ടായി. മെഫിബോഷത്ത് എന്നായിരുന്നു അവൻ്റെ പേര്. ബറോത്യനായ റിമ്മോൻ്റെ പുത്രന്മാരായ റേഖാബും ബാനായും ഇഷ്ബോഷത്തിൻ്റെ അടുക്കിലേക്ക് പുറപ്പെട്ടു. ഉച്ചയായപ്പോഴേക്കും അവർ അവൻ്റെ വീട്ടിലെത്തി. അവൻ വിശ്രമിക്കുകയായിരുന്നു. വാതിൽക്കൽ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരുന്ന സ്ത്രീ മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയതുകൊണ്ട് റേഖാബും സഹോദരൻ ബാനായും വീട്ടിനുള്ളിലേക്ക് പതുങ്ങിക്കടന്നു. അവർ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇഷ്ബോഷത്ത് ഉറക്കറയിൽ കിടക്കുകയായിരുന്നു. അവർ അവനെ വെട്ടിക്കൊന്നു. മുറിച്ചെടുത്ത തലയുമായി അവർ രാത്രി മുഴുവൻ അരാബായിലൂടെ യാത്ര ചെയ്തു. അവർ ഇഷ്ബോഷത്തിൻ്റെ തല ഹെബ്രോണിൽ ദാവീദിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് രാജാവിനോട് പറഞ്ഞു, നിന്നെ വധിക്കാൻ ശ്രമിച്ച നിന്റെ ശത്രുവായ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷത്തിൻ്റെ തല ഇതാ. ഇന്ന് എൻ്റെ യജമാനനായ രാജാവിന് വേണ്ടി കർത്താവ് സാവൂളിനോടും അവൻ്റെ സന്തതിയോടും പ്രതികാരം ചെയ്തിരിക്കുന്നു. എന്നാൽ ദാവീദ് ബറോത്തിനായ റിമ്മോൻ്റെ മക്കൾ റേഖാബിനോടും ബാനായോടും പറഞ്ഞു, എന്നെ സകല വിപത്തുകളിൽ നിന്ന് രക്ഷിച്ച ജീവിക്കുന്ന കർത്താവാണേ, സദ്വാർത്ഥ എന്ന ഭാവത്തിൽ ഇതാ സാവൂൾ മരിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞവനെ ഞാൻ സിക്ലാഗിൽ വെച്ച് കൊന്നുകളഞ്ഞു. ഇതായിരുന്നു അവൻ്റെ ശുഭവാർത്തയ്ക്കുള്ള എൻ്റെ പ്രതിഫലം. സ്വഭവനത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു നീതിമാനെ കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരോട് ഞാൻ എത്രയധികം പ്രതികാരം ചെയ്യുകയില്ല. അവൻ്റെ രക്തത്തിന് ഞാൻ പകരം വീട്ടി നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു കളയാതിരിക്കുമോ? ദാവീദ് തൻ്റെ സേവകരോട് കൽപ്പിച്ചു. അവർ അവരെ കൊന്ന് കൈകാലുകൾ മുറിച്ചെടുത്ത് ഹെബ്രോണിലെ കുളത്തിനരികെ അവരെ തൂക്കി. എന്നാൽ ഇഷ്ബോഷത്തിൻ്റെ തല അവർ ഹെബ്രോണിൽ അബ്നേറിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. Chapter 4. When Ishbaal, son of Saul, heard that Abner had died in Hebron, he ceased to resist, and all Israel was alarmed. Ishbaal, son of Saul, had 2 company leaders named Baanah and Rechab, sons of Rimmon the Beerothite, of the tribe of Benjamin. Beeroth, too, was ascribed to Benjamin. The Beerothites fled to Gittaim, where they have been resident aliens to this day. Jonathan, son of Saul, had a son named Merib-Baal with crippled feet. He was 5 years old when the news about Saul and Jonathan came from Jezreel, and his nurse took him up and fled. But in their hasty flight he fell and became lame. The sons of Rimmon the Beerothite, Rechab and Baanah, came into the house of Ishbaal during the heat of the day while he was taking his siesta. The portress of the house had dozed off while sifting wheat and was asleep. So Rechab and his brother Baanah slipped past and entered the house while Ishbaal was lying asleep in his bedroom. They struck and killed him and cut off his head. Then taking the head they traveled on the Arabah road all night long. They brought the head of Ishbaal to David in Hebron and said to the king, "This is the head of Ishbaal, son of your enemy Saul, who sought your life. Thus has the Lord this day avenged my lord the king on Saul and his posterity." But David replied to Rechab and his brother Baanah, sons of Rimmon the Beerothite,
As the Lord lives, who rescued me from all difficulty, in Ziklag I seized and put to death the man who informed me of Saul's death, thinking himself the bearer of good news, for which I ought to give him a reward. How much more now, when wicked men have slain an innocent man in bed at home, must I hold you responsible for his death, and destroy you from the earth? So at a command from David the young men killed them, and cut off their hands and feet, hanging them up near the pool in Hebron. But he took the head of Ishbaal and buried it in Abner's grave in Hebron.